നമസ്കാരം, വെട്ടർ ന്യൂസ് എക്സ്പ്രസിലേക്ക് സ്വാഗതം. മുസ്ലിം ലീഗിലെ നേതാക്കളും പ്രധാന പ്രവർത്തകരുമെല്ലാം പല കേസുകളിലും പിടിക്കപ്പെടുകയാണ്. ലീഗ് അഴിമതിക്കും കള്ളത്തരത്തിനും അനുകൂല നിലപാടാണ് സ്വീകരിക്കുന്നത്. നേതാക്കളെയും പ്രവർത്തകരെയുമെല്ലാം ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കാൻ നേതൃത്വം തയ്യാറാവണമെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് പറഞ്ഞു. പുനർഗേഹം പദ്ധതിയിലൂടെ മത്സ്യത്തൊഴിലാളികൾക്ക് ഊഞ്ഞാലിൽ നിർമ്മിച്ച ഫ്ളാറ്റ് വ്യാഴാഴ്ച വൈകിട്ട് 3 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. താന്നൂർ, തിരൂർ, തവനൂർ നിയോജക മണ്ഡലത്തിലെ 16 കുടുംബങ്ങൾക്ക് വേണ്ടിയാണ് 2 കോടി 1 ലക്ഷം രൂപയ്ക്ക് ഫ്ളാറ്റ് നിർമ്മിച്ചത്. തീരദേശത്ത് വേലിയേറ്റ മേഖലയുടെ 50 മീറ്റർ പരിധിയിൽ താമസിക്കുന്നവരെയാണ് പുനർഗേഹം പദ്ധതിയിലൂടെ പുനരധിവസിപ്പിക്കുന്നത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിറമരുതൂർ യൂണിറ്റ് ജനറൽ ബോഡി യോഗം ഉണ്ണിയാൽ സിറ്റി പ്ലാസ ഓഡിറ്റോറിയത്തിൽ നടന്നു. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി കുഞ്ഞാവു ഹാജി ഉദ്ഘാടനം ചെയ്തു. ജലീൽ കെ സീനിയൂസ് അധ്യക്ഷത വഹിച്ചു. തിരൂർ NSS താലൂക്ക് യൂണിയൻ നടത്തിവരുന്ന രാമായണ പാരായണം, തിരൂർ കരയോഗം രാമായണ പാരായണം തൃക്കണ്ണൂർ ശ്രീകൃഷ്ണ ക്ഷേത്രാങ്കണത്തിൽ നടന്നു. താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് വേണുഗോപാലൻ നായർ ഉദ്ഘാടനം ചെയ്തു. കരയോഗം പ്രസിഡന്റ് KP ഹരീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. CPI മുൻ ജില്ലാ സെക്രട്ടറി ആയിരുന്ന വി ഉണ്ണികൃഷ്ണന്റെ 11ാം അനുസ്മരണ സദസ്സ് ഹൃദയപൂർവ്വം ഉണ്ണിയേട്ടൻ ഒഴൂരിൽ സംഘടിപ്പിച്ചു. ഒഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കൊടിയേങ്ങൽ യൂസഫ് അധ്യക്ഷനായി. ആവേശകരമായ സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ സാക്ഷ്യം വഹിച്ച് GMUP സ്കൂൾ പറവണ്ണ. തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ പാലിച്ച് തികച്ചും ജനാധിപത്യ മാർഗത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് കുട്ടികളിൽ ജനാധിപത്യ ആശയങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിന് സഹായകരമായി. ദേവദാർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ പ്രധാനാധ്യാപികയായും 25 വർഷം സ്തുത്യർഹമായ സേവനം അനുഷ്ഠിച്ചു പരപ്പനങ്ങാടി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറായി സ്ഥലം മാറിപ്പോകുന്ന പി ബിന്ദുവിന് താന്നൂർ പ്രസ് റിപ്പോർട്ടേഴ്സ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ പൗരാവലി സ്നേഹാദരം നൽകി. കന്യാസ്ത്രീകളെ കള്ളക്കേസ് ചുമത്തി ജയിലിലടച്ചെന്നു ആരോപിച്ച് ഛത്തീസ്ഗഡിലെ BJP സർക്കാർ നടപടിക്കെതിരെ LDF തിരൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം നടത്തി. തിരൂർ ബസ് സ്റ്റാൻഡിൽ നടന്ന പ്രതിഷേധ സംഗമം CPIM സംസ്ഥാന കമ്മിറ്റി അംഗം വി വസീഫ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന സർക്കാർ വിദ്യാലയമായ താന്നൂർ ദേവദാർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വ്യാഴം, വെള്ളി ദിവസങ്ങളിലായി വിവിധ പദ്ധതി സമർപ്പണങ്ങൾക്ക് ഒരുക്കങ്ങളായി. പദ്ധതികളുടെ ഉദ്ഘാടനം മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിക്കും. പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെയും തിരൂർ ഉപജില്ലാ സയൻസ് ക്ലബിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ ക്വാണ്ടം യുഗം സാധ്യതകളും വെല്ലുവിളികളും എന്ന വിഷയത്തിൽ തിരൂർ ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ദേശീയ ശാസ്ത്ര സെമിനാർ സംഘടിപ്പിച്ചു. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ RP ബാബുരാജ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു. റോഡിലെ കുണ്ടും കുഴിയും ഉദ്യോഗസ്ഥർക്ക് പൊതുമരാമത്ത് അവലോകന യോഗത്തിൽ രൂക്ഷ വിമർശനം. തിരൂർ TVയിൽ MLA കുറുക്കോളി മീതിന് വിളിച്ചു ചേർത്ത യോഗത്തിലാണ് MLA ഉദ്യോഗസ്ഥരെ ശാസിച്ചത്. ഒഴൂർ പഞ്ചായത്ത് ലൈബ്രറിയിലെ പുസ്തകങ്ങൾ മാലിന്യ കൂമ്പാരത്തിൽ. പ്രതിഷേധവുമായി DYFI രംഗത്ത്. പഞ്ചായത്തിലെ വിദ്യാർത്ഥികളടക്കം ആശ്രയിച്ചു പോരുന്ന ലൈബ്രറിയിലെ നിലവിലെ സാഹചര്യം ഏറെ ശോചനീയാവസ്ഥയിലാണ്. ഇതോടെ ഈ വാർത്ത വളരെ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.